മേമ, കാര്യം എന്താന്ന് വെച്ചാ നമ്മുടെ ശ്യാം ഒരു പുതിയ വീട് വാങ്ങിക്കാൻ പോവാ. അതും ദൂരത്തൊന്നുമല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെയാ വീട്. ഓ വാവ്. ലെറ്റ്സ് ഓൾ കൺഗ്രാറ്റുലേറ്റ് ഹിം. ഓ, ഇവിടെ അടുത്ത് തന്നെയാണോ? അതെന്തായാലും നന്നായി. ശ്യാം, അപ്പൊ നീ ഒരു മാച്ചിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റേഡിയം കണ്ടെത്തിയല്ലേ? കൺഗ്രാറ്റ്സ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഈ നല്ല വാർത്തയോടൊപ്പം തന്നെ നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടിയെന്നുള്ള നല്ല വാർത്തയും കൂടി ഞങ്ങൾക്ക് കേൾക്കണം. ഇനി വെറുതെ വൈകിപ്പിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി കാണണം. അതിലൊരു തെറ്റുമില്ല. ആക്ച്വലി മേമ, ശ്യാം പോയതാണ്, പക്ഷെ അവർ ഒരു ഇൻഫർമേഷനും കൊടുത്തില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട് കൊടുത്തില്ല പൂ? അവരെന്തായാലും ചെയ്യും. നമ്മളൊന്ന് മനസ്സ് വെച്ചാ 100% അവര് ഹെൽപ്പ് ചെയ്യും. അതെന്തുകൊണ്ടാ? ആ ഡോക്ടർ ആരാണെന്നറിയോ? എനി ഗസസ്? അവര് മറ്റാരുമല്ല, നമ്മുടെ ഡോക്ടർ അനന്തലക്ഷ്മിയാ. വാട്ട്? അതെയോ? ശ്യാം, ധൈര്യമായിട്ട് നിങ്ങൾ രണ്ടാളും പോയി ലക്ഷ്മിയോടൊന്ന് സംസാരിക്കാം. ഇനി എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അവരെ സോർട്ട് ഔട്ട് ചെയ്തോളും. ഡോക്ടർ ഞങ്ങൾക്കും വേണ്ടപ്പെട്ട ആളാ. ഷീ ഈസ് എ വെരി ഗുഡ് ഫാമിലി ഫ്രണ്ട്. ലക്ഷ്മിയോ? ഇതെന്താ ഈ പറയുന്നേ? എന്റെ ഡോക്ടറും അവരാ, ശ്യാമിന്റെ ശാലിനിയുടെ ഡോക്ടറും അവരാണെന്നോ? രണ്ടാളും പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. ഇനി മുതൽ രണ്ടാൾക്ക് നല്ലതേ സംഭവിക്കൂ. ഞാൻ കുങ്കുമം എടുത്തോണ്ട് വരാം. ശ്യാം, ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നു. ഒന്ന് എടുത്തിട്ട് വരട്ടെ. എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്തേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് ഡോക്ടറിന്റെ കാര്യം പറഞ്ഞേ. ഒരിക്കലും അവരെ മീറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തേ? Come on, Shalini. Don't worry. അനന്തലക്ഷ്മി ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഞങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധാ. നിന്റെ സീക്രട്ട് അവരുടെ അടുത്ത് ഭദ്രമായിരിക്കും. അവരൊന്നും പുറത്തു പറയില്ല. ഓക്കെ? നിങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുക. ഗോ വിത്ത് ഗുഡ് മൈൻഡ് സെറ്റ്. ചിലപ്പോ കുങ്കുമം കൊണ്ടുവരാം. പോയിരിക്കെ. കമോൺ ശാലിനി, പോ. ഹലോ. ഹലോ. ഇവൻ എന്തിനെ വിളിച്ചോണ്ടിരിക്കുന്നേന്നോർത്ത് ഇറിറ്റേറ്റ് ആവുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ കാര്യം എന്താന്ന് പറ. അല്ല, ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലല്ലേ? നിങ്ങൾ എന്തിനെ കുറിച്ച് പറയുന്നേ? സിഹിയുടെ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇത്രയും വർഷം വരാത്തൊരാള് ഇപ്പൊ എന്തിനാ വരുന്നത്? അതിന് മാത്രം അയാൾ ആരാ? അല്ല, അയാളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒക്കെ നിങ്ങൾക്കിപ്പോ എവിടുന്ന് കിട്ടിയത്? അഞ്ജു, നിനക്കറിയാവുന്നതല്ലേ, എന്റെ സീതയുടെ കല്യാണം ഫിക്സ് ചെയ്തിരുന്നു. ഞാൻ സീതയുടെ ജീവിതം വളരെ അടുത്ത് നിന്ന് കണ്ടതാ അഞ്ജു. അതുകൊണ്ടാ പറയുന്നേ. നിനക്ക് എന്നെ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ സിഹിയുടെ അച്ഛൻ വരുന്നത് വരെ താൻ കാത്തിരിക്കാൻ നിൽക്കരുത്. അയാൾ വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നറിയില്ല. അവൻ സീതയുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് വരും. ശ്രദ്ധിക്കണം, പ്ലീസ്. അഞ്ജു, പ്ലീസ് പ്ലീസ് ടേക്ക് കെയർ ഓഫ് സീത. ഇതിനു മുമ്പ്
ഞാൻ കാരണം സീത ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അതൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. സത്യം. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നേ? സിഹിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാ ശ്രീരാമേട്ടന്റെ സന്തോഷവും സമാധാനം എല്ലാം ഇല്ലാതാവും. അങ്ങനെ സംഭവിക്കരുത്. ഞാൻ എന്താ വേണ്ടത്? സീത ചേച്ചിയോട് ഇതേക്കുറിച്ച് സംസാരിക്കണോ? ഇല്ല, ഇന്ന് ചേട്ടൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുമ്പോ ഏട്ടന്റെ കൂടെ ഇരുന്ന് ഈ വിഷയം സംസാരിക്കാം. എന്ത് കാണിച്ചാണെങ്കിലും ആ സീതയുടെ ഭർത്താവ് എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും. വിടില്ല, വിടില്ല. സിഹി, സന്തോഷമായില്ലേ നിനക്കിപ്പോ? ഡോക്ടർ അങ്കിള് വേറെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് വിഷമിച്ചിരിക്കായിരുന്നില്ലേ? ഞാനിപ്പോ ഫുൾ ഹാപ്പിയാ. തൊട്ടടുത്തുള്ള റൂമിലേക്ക് പോകുന്ന പോലെ തൊട്ടടുത്തുള്ള ശാലിനി ആന്റിയുടെയും ശ്യാമങ്കളുടെയും വീട്ടിലേക്ക് പോയിരുന്ന് സുഖമായിട്ട് കളിക്കാം. എനിക്കും അതെ, ഒരുപാട് സന്തോഷായി. നിങ്ങളുടെ കുഞ്ഞാവ് വന്നാൽ ശരിക്കും സന്തോഷാവും. അനന്തലക്ഷ്മിയാണ് ഇവരെ ട്രീറ്റ് ചെയ്തിരുന്നേ. ഇതെനിക്കറിയില്ലായിരുന്നല്ലോ. സീത, ഒന്നിങ്ങോട്ട് വരൂ. ഈ കുങ്കുമം കൊണ്ടുപോയി നീ തന്നെ നിന്റെ കൈകൊണ്ട് അവർക്ക് കൊടുക്ക. ഇതാ. സീത, കുങ്കുമം എടുത്തു കഴിഞ്ഞു. സീതമ്മ, എനിക്കും കുങ്കുമം തൊടണം. സിഹി, കുങ്കുമം താഴെ ഇട്ടല്ലോ. അപശകുനോ അത്. മേമ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവൾക്കത് അറിയാത്തതുകൊണ്ടല്ലേ. ഐ ആം സോറി സീതമ്മ. എന്ത് സോറി? നിനക്കൊന്നും ശ്രദ്ധിക്കാൻ പാടില്ലേ? എല്ലാത്തിലും തലയിട്ടോളൂ. സീത, സിഹി വെറുതെ വഴക്ക് പറയല്ലേ. അവള് കൊച്ചുകുട്ടിയല്ലേ. അവള് മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. സിഹുട്ടാ, ഇനി വന്നേ, നീ കരയണ്ട കേട്ടോ. മോളിങ്ങോട്ട് വാ. ഒരു കുഴപ്പമില്ല കേട്ടോ, മോള് കരയണ്ട. മോള് കരഞ്ഞാൽ എനിക്കും കരച്ചിൽ വരും. പ്ലീസ് കരയല്ലേ. സ്മൈൽ പ്ലീസ്.
യെസ് പൊന്ന, എന്താ ഇപ്പൊ പരിപാടി? ഓക്കെ, പപ്പയ്ക്ക് എന്താ പരിപാടി? സ്നാക്സ് കഴിച്ചോ? ഇനി ഒരു 30 മിനിറ്റ് ആൻഡ് ഐ വിൽ ബി ദർ. ഓക്കെ, ബൈ. പോയാലോ? ഐ ആം റെഡി. ആരാ നിങ്ങള്? പിടിക്കൂ മാഡം. ഇത് നിങ്ങളുടെ മകന്റെ ടാബാ. നിങ്ങളുടെ മകൻ പഠിക്കുന്ന ബോയ്സ് സ്കൂളില്ലേ, അവിടെയുള്ള എല്ലാ ബോയ്സിന്റെ കയ്യിലും ഈ ടാബുണ്ട്. നിങ്ങളുടെ മകന്റെ കയ്യിലില്ല. പിടിച്ചോ. മാഡം, നിങ്ങളുടെ ഭർത്താവ് ഒരു ഹാർട്ട് പേഷ്യന്റാ. നിങ്ങളുടെ മകന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഷോപ്പിങ്ങിന് ഇറങ്ങാനോ പറ്റില്ല അല്ലേ? നിങ്ങളാണെങ്കിൽ രാവിലെ 6 മണിക്ക് തന്നെ ജോലി സ്റ്റാർട്ട് ചെയ്യും. അത് ചിലപ്പോൾ 11 മണി വരെ ആവും. ഇനി ചിലപ്പോൾ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ 1 മണി വരെ എടുക്കും. നിങ്ങൾക്കും നിങ്ങളുടെ മകന് ടൈം കൊടുക്കാൻ പറ്റാറില്ല അല്ലേ? അതുകൊണ്ടാ ഈ ടാബ്. Who the hell are you? എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിനക്ക് എങ്ങനെ അറിയാം? ആൻഡ് എന്റെ മകന് നീ എന്തിനാ ഗിഫ്റ്റ് കൊടുക്കുന്നേ? നോക്ക്, വലിയ ഷോ ഇറക്കാതെ ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. നോക്കൂ മാഡം, സെക്യൂരിറ്റി ഉണ്ടായിട്ടും നിങ്ങളുടെ ഡ്രൈവറുടെ സീറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നാളെ എനിക്ക് നിങ്ങളുടെ ക്ലിനിക്കോ വീടോ എവിടെ വരുന്നത് ഒരു പ്രശ്നമല്ല. എനിക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എല്ലാം അറിയാം. നിങ്ങളുടെ മകൻ, ഹസ്ബൻഡ്, ലൈഫ് എത്തിക്സ് എല്ലാം. അയ്യോ, എന്താ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത്? ഇതൊക്കെ ഒരു രസമല്ലേ? വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ, എന്താ നിനക്ക് വേണ്ടത്? ആ പെട്ടെന്ന് ട്രാക്കിലെത്തിയല്ലോ. നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? പാവം, ഈ ശ്യാമിനോടും ശാലിനിയോടും കുഞ്ഞിന്റെ കാര്യത്തിൽ അവർ വലിയൊരു ചതിയ കാണിച്ചേ അല്ലേ രാമ? അതെ ചെറിയച്ച, ഇത്രയും ദിവസം കുഞ്ഞിനെ അന്വേഷിക്കാൻ വേറൊരു വഴിയുണ്ട്. എന്താ അപ്പു? അതല്ല മേമ, സെറോഗസി മദറിന്റെ കൂടെ ഡോക്ടറും കൂടെ ചേർന്നിട്ട് കുഞ്ഞ് മരിച്ചുപോയെന്നാ ശാലിനി പറയുന്നത്. ബട്ട് ഡോക്ടർ അനന്തലക്ഷ്മിന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവരങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളെ അല്ല. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മേമ, ഉറപ്പായിട്ടും. കറക്റ്റ് അപ്പു, 100% ഇവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. വി ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. ഐ മീൻ, ഇത് വേറൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഒരു ഡൗട്ടും ഉണ്ടാകുമായിരുന്നില്ല. അത് മാത്രമല്ല മേമ, ആ സെറോഗസി മദറിനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. അവള് കാരണം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. റാം, അവര് മാത്രമാ തെറ്റ് ചെയ്തതെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓഫ് കോഴ്സ് അവർ തെറ്റ് ചെയ്തില്ലേ സീത. ശ്യാമിന്റെ കുഞ്ഞിനെ കൊണ്ട് അവരല്ലേ ഇപ്പൊ വളർത്തുന്നേ. റാം, ഇതിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അങ്ങനെ ആവുമ്പോ അവർ തെറ്റ് ചെയ്തെന്ന് നമുക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയില്ല. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. കമോൺ സീത, നീ എന്തിനാ അവർക്ക് വേണ്ടി വാദിക്കുന്നത്? ശ്യാമും ശാലിനി അവരുടെ കുഞ്ഞിനെ കിട്ടാത്തതിൽ എന്തുമാത്രം വിഷമിക്കുന്നു നീ കണ്ടോണ്ടിരിക്കുന്നല്ലേ. അവർക്ക് നീതി കിട്ടിയാലേ പറ്റൂ. അറ്റ് എനി കോസ്റ്റ് ആ നീതി ഞാൻ വാങ്ങിക്കൊടുക്കും. പാവം, കുഞ്ഞില്ലാതെ അവർ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, അവർ രണ്ടുപേരും കൂടെ സിഹിയെ ചേർത്ത് കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ അയ്യോ,
സിഹിയെപ്പോലൊരു മിടുക്കിക്കുട്ടി അവരുടെ കൂടെ ഉണ്ടാകുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നേ. അല്ല, നമുക്ക് തന്നെ ഇപ്പൊ ഇങ്ങനെ തോന്നുമ്പോ അവരുടെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചേ. അതെ ചെറിയച്ച, പാവം ശ്യാം ആണെങ്കിൽ സിഹിയെ കാണുമ്പോഴൊക്കെ അവന്റെ മകളെ ആലോചിച്ച് അപ്പു, അതിന് സമയം വൈകിയിട്ടില്ല. അതെ മേമ, ആ ട്രെയിനിങ് കോഴ്സ് ഞാൻ ഡോക്ടർ അനന്തലക്ഷ്മിയെ മീറ്റ് ചെയ്തിരിക്കും. വേണ്ട അപ്പു, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ എല്ലാം നോക്കിക്കോളാം. താങ്ക്സ് മേമ. രാമ, എനിക്ക് എന്താ ഇങ്ങനെ പേടി തോന്നുന്നത്? എനിക്ക് എവിടെയോ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്. മാഡം, കാര്യം വളരെ സിമ്പിളാ. അത് സീത നിങ്ങളുടെ പേഷ്യന്റ്. സീതയെ കുറിച്ച് ചോദിക്കുന്നത് എന്തിനാ? സീതയെക്കുറിച്ച് എനിക്കൊരു ഇൻഫർമേഷൻ വേണമായിരുന്നു. അവളുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് എന്നോട് പറ. അത്രയും മതി. അത്രയും പറഞ്ഞ നിങ്ങളുടെ മകൻ ആ സ്കൂളിൽ ഒരു കുഴപ്പമില്ലാതെ ഓടിക്കളിക്കും. ഇല്ലെങ്കിൽ പ്ലീസ് ഡോക്ടർ, ഈ കാര്യം മറ്റൊരാളോടും പറയരുത്. പറയേ. ആരാ നിങ്ങള്? സീതയെ കുറിച്ച് എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എനിക്ക് ഒരു കാര്യം അറിയില്ല. പ്രഗ്നന്റ് ആയിരുന്നു, എന്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വന്നു, ഡെലിവറിയും നടന്നു. ദാറ്റ്സ് ഇറ്റ്. ഒരു കൊച്ചുണ്ടാവുമ്പോ അച്ഛനെന്ന് പറയുന്ന ഒരാൾ ഉണ്ടായല്ലേ പറ്റൂ ഡോക്ടർ. അവൻ ആരാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്കിനി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ തൊട്ട് നിന്റെ മകൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ, ടെൽ മീ, പറ, ആരാ? മകൻ ഇല്ലാതായ അച്ഛനത് എങ്ങനെ സഹിക്കാൻ പറ്റും? ഓൾറെഡി പാതി ഹാർട്ട് നിലച്ചു പോയതാ. ഇനിയിപ്പോ അത് പൂർണ്ണമായും നിലയ്ക്കും. പ്ലീസ്. എന്നാ പിന്നെ സീതയുടെ ഭർത്താവ് ആരാ, സിഹിയുടെ അച്ഛൻ ആരാന്ന് എന്നോട് പറ. സീത വാസ് എ സറോഗേറ്റ് മദർ. വാടകയ്ക്ക് എടുത്തൊരമ്മ. ഇല്ലാത്ത ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇങ്ങനെ തരാനാ? അതാണ് സത്യം. താങ്ക് യു ഡോക്ടർ മാഡം. താങ്ക് യു സോ മച്ച്. ഇത്രയും ഇൻഫർമേഷൻ തന്നില്ലേ, അത്രയും മതി. നോക്ക്, ഇനി മുതൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അഥവാ ഇവിടെ നടന്നത് വല്ലതും പോലീസിനോട് പറഞ്ഞ, ഞാൻ പറഞ്ഞതൊന്നും ചെയ്യാതെ ഇരിക്കുന്ന കൂട്ടത്തിലല്ല. ഓക്കെ? ഓ, ടാബ് അങ്ങ് വാങ്ങിക്ക് ഡോക്ടർ മാഡം. ബൈ. ആരാ ഇയാള്? എന്നെ ഇത്രയൊക്കെ പേടിപ്പിച്ച് സീതയെ കുറിച്ച് ചോദിച്ചത് എന്തിനാ?
സീത, സീത, സിഹി നിന്റെ മകളാ സീത. നീ ഒരു സറോഗേറ്റ് മദറായി അവളെ പ്രസവിച്ചതാവാം, പക്ഷേ അവൾക്കൊരു ജീവിതം കൊടുത്തതും അവളെ സ്നേഹിച്ചതും നീയാ സീത. ഇപ്പോ അച്ഛന്റെ സ്നേഹം കൊടുക്കാനായിട്ട് അവൾക്ക് രാമും കൂടെയുണ്ട്. ഇനി അവളുടെ ബയോളജിക്കൽ പേരൻസ് വന്ന് എന്റെ മകളെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ അവരോട് എന്തു പറയണമെന്ന് നിനക്ക് അറിയില്ലേ സീത? അറിയില്ലേ സീത? സിഹി, ഞാനെന്താ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്? ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താ? രാവിലെ കാണുന്ന സ്വപ്നം സത്യമാവുന്നല്ലേ പറയാറ്? എന്നുവെച്ചാ ഈ സ്വപ്നം എനിക്ക് എന്താ സൂചന തരുന്നത്? അവരോട് എന്തു പറയണമെന്ന് നിനക്ക് അറിയില്ലേ സീത? മറ്റൊരാൾക്ക് ഞാൻ എന്റെ മോളെ വിട്ടുകൊടുക്കില്ല.